എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഓർഡിനറി കോഴ്സിനെ കുറിച്ച് സംസാരിക്കട്ടെ. അമലുണ്ണികൃഷ്ണൻ CA അമലുണ്ണികൃഷ്ണനായ ഒരു കഥ പറയട്ടെ. ഹായ്, ഞാൻ CA അമലുണ്ണികൃഷ്ണൻ. അമലുണ്ണികൃഷ്ണൻ എന്ന ഞാൻ CA അമലുണ്ണികൃഷ്ണനായ ജേണി അതത്ര ഈസി ആയിരുന്നില്ല, എന്നാൽ അത്ര ഡിഫിക്കൽട്ടുമായിരുന്നില്ല. ഞാൻ ആ ജേണി എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജേണിയിൽ ഒരിക്കലും എനിക്ക് ഈ ജേണി ഒരു ടഫ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നൊരു കോഴ്സ് ഭയങ്കര ടഫാണ് അല്ലേ? CA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് വന്നൊരു ചിത്രം ഏതായിരിക്കും? ആരാണ് ശരിക്കും CA എന്ന് പറയുന്ന കോഴ്സിനെ ടഫാക്കിയത്? ഞാൻ പറഞ്ഞു തരട്ടെ. ആ ടഫാക്കിയ ആൾ വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതെങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എവറസ്റ്റ് കീഴടക്കിയ ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയാണ്, എവറസ്റ്റ് കീഴടക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ല. അയാൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എവറസ്റ്റ് കീഴടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാനത് കീഴടക്കി. അതുപോലെ തന്നെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി ഭയങ്കര എളുപ്പമാണ്. ഞാൻ എന്ത് മാത്രമേ പറയുള്ളൂ, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈസ് എ ടഫ് കോഴ്സ്. സ്റ്റിൽ ഞാൻ ക്വാളിഫൈ ചെയ്തു. ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി ടഫാണോ? അല്ല. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, നിങ്ങളെ കൊണ്ട് ഞാൻ ഫുട്ബോൾ കളിപ്പിച്ചാലോ? പാട്ട് പാടാൻ ഇഷ്ടമുള്ള നിങ്ങളെ കൊണ്ട് ഞാൻ ഡാൻസ് കളിപ്പിച്ചാലോ? ആ ഡാൻസ് നിങ്ങൾക്ക് എന്തായിരിക്കും? ടഫായിരിക്കും. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തു ആയിക്കോട്ടെ, യു സ്റ്റാർട്ട് ലവ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ജേർണി വിൽ ബി വെരി 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 ഈസി. അവിടെ ടഫ്നെസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന വാക്കിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ഞാൻ +2 ക്വാളിഫൈ ചെയ്ത് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാതെ ഏർലി ഏജിൽ എൻ്റെ CA ജേർണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് 21 ഇയേഴ്സ് ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ CA ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലക്ഷ്യയുടെ പ്രീ റിസൾട്ട് ബാച്ചായിരുന്നു. ഈവൻ ബിഫോർ ദ എക്സാം റിസൾട്ട് ആർ കമ്മിങ്, ദേ ഹാവ് ബാച്ചസ്. ഞാൻ ആ ബാച്ചിൽ പഠിച്ചിട്ടായിരുന്നു എനിക്കൊരു 6 മാസം എൻ്റെ CA ജേർണിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 6 മാസത്തെ സേവിങ്സ് ഒരു വലിയ സേവിങ്സ് ആണോ? യെസ്. കാരണം 6 മാസം കഴിയുമ്പോഴേക്കും പുതിയൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻസ് വരും. കുറേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻഡസ്ട്രിയിലോട്ട് വരും. അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 മാസം നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് 6 മാസത്തെ നിങ്ങളുടെ സാലറിയാണ്. സോ ഡോണ്ട് വെയിറ്റ് ഫോർ യുവർ റിസൾട്ട്. എന്നെ പോലെ ഞാൻ ചൂസ് ചെയ്തതുപോലെ യു ഹാവ് ദ ഓപ്ഷൻ ടു ചൂസ് ദ പ്രീ റിസൾട്ട് ബാച്ച്. നിങ്ങൾക്കും എന്നെ പോലെ 6 മാസം സേവ് ചെയ്യണം, ഏർലി ഏജിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, then join for the pre-result batch which is going to commence from April at India's #1 commerce institute, Indian Institute of Commerce, Lakshya. Join us and fulfill your CA dreams.